ഇന്ത്യയിലെ ഒരു പ്രധാന പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ആകാശീർ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് BEL ആണ്. ഇപ്പോൾ നമ്മുടെ ഈ BEL ഒരു വമ്പൻ തദ്ദേശീയ ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനത്തിന്റെ പണിപ്പുരയിലാണ്. അതായത് റിപ്പോർട്ടുകൾ പ്രകാരം S-400 പോലെ തദ്ദേശീയമായ ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനം നിർമ്മിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. റിപ്പോർട്ടുകൾ പ്രകാരം 12 മുതൽ 18 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കാനാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ പ്രൊജക്ടിന്റെ പേരാണ് പ്രൊജക്ട് കുശ. ഈ പ്രൊജക്ട് കുശ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കും. DRDOയുടെ നേതൃത്വത്തിലാണ് പ്രൊജക്ട് കുശ പ്രവർത്തിക്കുന്നത്. ഡ്രോണുകൾ, വിമാനങ്ങൾ, മിസൈലുകൾ തുടങ്ങിയ വിവിധ വ്യോമ ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ഒരു സംവിധാനം നിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. റഡാറുകളും നിയന്ത്രണ സംവിധാനങ്ങളും ഉൾപ്പെടെ പദ്ധതിയുടെ നിരവധി ഉപസിസ്റ്റങ്ങൾക്കായി DRDOയോടൊപ്പം DRDOയുടെ വികസന പങ്കാളിയായി BEL പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിൽ BELന്റെ പങ്ക് നമ്മുടെ ആകാശ് തീർ സിസ്റ്റത്തിന്റെ സമീപകാല വിജയത്തോടെ കണ്ടതാണ്. സാഹചര്യ അവബോധവും ഏകോപനവും മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആകാശ് തീർ ഇന്ത്യൻ സായുധ സേനയ്ക്കായി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ഒരു വ്യോമ പ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനമാണ്. ഒന്നിലധികം വ്യോമ ലക്ഷ്യങ്ങളുടെ തത്സമയ നിരീക്ഷണവും ഇടപെടലും ഇത് പ്രാപ്തമാക്കുന്നു. കൂടാതെ വൈവിധ്യമാർന്ന സെൻസറുകളും ആയുധ സംവിധാനങ്ങളും ഒരൊറ്റ പ്രവർത്തന ചട്ടക്കൂട്ടിലേക്കാണ് ഇത് സംയോജിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഉണ്ടായ സംഘർഷത്തിൽ ആകാശ് തീർ സംവിധാനത്തിന്റെ പ്രകടനം ലോകരാജ്യങ്ങളെല്ലാം അമ്പരപ്പോടെയാണ് കണ്ടുനിന്നത്. ഇങ്ങനെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ശ്രമങ്ങൾക്കൊപ്പം തന്നെ ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന റഷ്യൻ നിർമ്മിത S-400 ട്രയംഫും വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ തുടർന്നും പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. ദീർഘദൂരങ്ങളിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയെ ഇതിനകം തന്നെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഒന്നിലധികം S-400 യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുമുണ്ട്. യുദ്ധവിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും S-400 സാധിക്കും. ഇന്ത്യയുടെ ഈ S-400ന്റെ ഉപയോഗം പ്രൊജക്ട് കുശ പോലെയുള്ള തദ്ദേശീയ ബദലുകളുടെ വികസനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സമാനമായ ശേഷി കൈവരിക്കുക എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് കുശയുടെ കീഴിലുള്ള ഇന്ത്യയുടെ XR-SAM-ൽ കുറഞ്ഞത് 3 തരം ഇന്റർസെപ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഇത് ഇന്ത്യൻ സായുധ സേനയിലെ ഇന്തോ ഇസ്രായേലി ബാരാക് 8, റഷ്യൻ S-400, ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം എന്നിവയ്ക്ക് അനുബന്ധമായിരിക്കും. അതായത് MR-SAM ഇത് ഏകദേശം 80 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അതേപോലെ തന്നെ S-400 400 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള ദൂരം നികത്താൻ ഈ മിസൈൽ സംവിധാനം ഉപയോഗിച്ചേക്കാം. 2022 മെയ് മാസത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഈ പദ്ധതിക്ക് അനുമതി നൽകുന്നു. കൂടാതെ 2023 സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രാലയം 21,700 കോടി രൂപയ്ക്ക് IAF-ന് വേണ്ടി 5 സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിന് അംഗീകാരവും നൽകി. ഇതിന്റെ നാവിക പതിപ്പും വികസിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് ഇന്ത്യ. ഈ മിസൈലിൽ കുറഞ്ഞത് 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഈ മിസൈലുകൾക്ക് 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെയായിരിക്കും ദൂരപരിധി. ഈ സംവിധാനത്തിൽ വിപുലമായ ദീർഘദൂര നിരീക്ഷണ ഫയർ കൺട്രോൾ റഡാറുകളും ഉണ്ടായിരിക്കും. ശത്രുക്കളുടെ ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ തുടങ്ങിയവയെ ഏകദേശം 250 കിലോമീറ്റർ പരിധിയിൽ കണ്ടെത്താനും നശിപ്പിക്കാനും ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. ഇന്ത്യൻ വ്യോമസേനയുടെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് ആയിരിക്കും ഇത്. മിസൈൽ ബാറ്ററികൾക്ക് IAF-ന്റെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി സംയോജിപ്പിക്കാനും കഴിയും. ഇന്ത്യൻ വ്യോമാതിർത്തിയിലെ നിരവധി സൈനിക, സിവിലിയൻ റഡാറുകൾ പരസ്പരം സംയോജിപ്പിച്ച് വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇതിന് സാധിക്കും. റിപ്പോർട്ട് അനുസരിച്ച് 250 കിലോമീറ്റർ പരിധിയിൽ കൂടുതലുള്ള നാവിക വകഭേദത്തിന് മാക് 7 വേഗതയിൽ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലിനെ വരെ തടയാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ പ്രൊജക്ട് കുശയുടെ കീഴിൽ ഇന്ത്യക്ക് വേണ്ടി S-400ന് സമാനമായ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രോട്ടോടൈപ്പ് അടുത്ത 1 വർഷത്തിനുള്ളിൽ എത്തുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.